ഹായ് ഫ്രണ്ട്സ്, ഐ+ന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലേഔട്ട് ഓഫ് ഹൗസ് വാട്ടർ കണക്ഷൻ. അതായത് നമുക്കറിയാം, മുനിസിപ്പൽ വാട്ടറിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പൽ പൈപ്പിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള പൈപ്പ് കണക്ഷൻ, വെള്ളത്തിന്റെ പൈപ്പ് കണക്ഷൻ എങ്ങനെയായിരിക്കണം, ആ കണക്ഷനിൽ എന്തൊക്കെ പാർട്ടുകളാണ്, എന്തൊക്കെ ഭാഗങ്ങളാണ് വരുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ഇൻസ്റ്റാളിംഗ് എ വാട്ടർ സപ്ലൈ പ്ലംബിംഗ് സിസ്റ്റം ഇൻ എ ബിൽഡിംഗ്, ദ ഫസ്റ്റ് ആൻഡ് മെയിൻ സ്റ്റെപ്പ് ഒബ്വിയസ്ലി ഈസ് ടു ഒബ്റ്റെയിൻ എ വാട്ടർ കണക്ഷൻ ഫ്രം ദ മുനിസിപ്പൽ വാട്ടർ മെയിൻ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വെള്ളം വേണമെങ്കിൽ, നമ്മൾ ഈ കിണറുള്ള സിനാറിയോ അല്ല പറയുന്നത്, നമ്മൾ എന്താണ്, മുനിസിപ്പൽ വാട്ടർ ലൈനിൽ നിന്ന്, മുനിസിപ്പാലിറ്റിയുടെ വെള്ളത്തിന്റെ കണക്ഷനിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് എടുക്കുന്ന കണക്ഷനാണ് ഏറ്റവും ആദ്യം. ഇപ്പൊ പ്ലംബിംഗ് നടത്തണമെങ്കിൽ തന്നെ വെള്ളത്തിന്റെ യാത്രയാണല്ലോ ഈ പറഞ്ഞ പ്ലംബിംഗ് സിസ്റ്റത്തിലൂടെ, ഫിക്സ്ചറിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന് ആദ്യം എന്ത് വേണം? വെള്ളം വേണം. വെള്ളം എവിടുന്നാ വരുന്നത്? മുനിസിപ്പൽ കണക്ഷൻ, മുനിസിപ്പാലിറ്റിയുടെ വാട്ടർ ലൈനിൽ നിന്ന് വേണം നമ്മുടെ വീടുകളിലേക്ക് എടുക്കാൻ വേണ്ടി. അപ്പൊ ആ ഒരു കണക്ഷനാണ് നമ്മൾ ഈ പറഞ്ഞ എന്താണ്, വാട്ടർ കണക്ഷൻ ഫ്രം ദ മുനിസിപ്പൽ വാട്ടർ മെയിൻ എന്ന് പറയും. മുനിസിപ്പൽ വാട്ടർ മെയിൻ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു വാട്ടറിന്റെ പൈപ്പ്, അതിൽ നിന്ന് നമ്മൾ എടുക്കുകയാണ്, ഓരോ ഹൗസ് ഹോൾഡ്സും എടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ വാട്ടർ അതോറിറ്റി, നമ്മുടെ കേരളത്തിലാണെങ്കിൽ വാട്ടർ അതോറിറ്റി ആണ് അത് ചെയ്യാറുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആ വാട്ടർ കണക്ഷനിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും 5 കമ്പോണന്റുകളാണുള്ളത്. ഒന്നാമത് ഫെറൂൾ, ഒരു ഫെറൂൾ ഉണ്ട്. രണ്ടാമത് അതിന്റെ അപ്പുറം ഒരു ഗൂസ് നെക്ക് ഉണ്ട്. മൂന്നാമത് ഗൂസ് നെക്കിൽ നിന്നൊരു സർവീസ് പൈപ്പിലേക്ക് പോകും. നാലാമത് അവിടെ നിന്നൊരു സ്റ്റോപ്പ് കോക്ക് ഉണ്ടാവും. സ്റ്റോപ്പ് കോക്കിന്റെ അപ്പുറത്തൊരു വാട്ടർ മീറ്റർ ഉണ്ടാവും. അങ്ങനെ 5 കമ്പോണന്റുകളാണ് ഈ പറഞ്ഞ ഡൊമസ്റ്റിക് വാട്ടർ ഹൗസ് കണക്ഷൻ, വാട്ടർ കണക്ഷനിൽ ഉള്ളത്. ഫെറൂൾ എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ്. ദെൻ ഗൂസ് നെക്ക് എന്താണ്, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പൈപ്പാണ്. അതിനുശേഷം ഫെറൂള്, ഗൂസ് നെക്ക്, അതിനുശേഷം പിന്നീട് സർവീസ് പൈപ്പ് ആ ലെങ്തിൽ എവിടം വരെയാണോ എടുക്കേണ്ടത് അത് ഒരു പൈപ്പാണ്, അതാണ് സർവീസ് പൈപ്പ് എന്ന് പറഞ്ഞത്. നാലാമത് എന്താണ്, ഒരു സ്റ്റോപ്പ് കോക്ക് എന്ന് പറഞ്ഞാൽ വാട്ടർ മീറ്ററിനോട് ചേർന്നായിരിക്കും മിക്കവാറും വെക്കുക. അത് എന്തിനാ വെക്കുന്നത് വെച്ചാൽ വാട്ടർ വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഓൺ ആക്കാം, അതാണ് സ്റ്റോപ്പ് കോക്ക് എന്നുള്ളത്. അത് നാലാമത്തത്. അഞ്ചാമത്തത് വാട്ടർ മീറ്റർ. ഈ അഞ്ചാമത്തെ വാട്ടർ മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ടർ മീറ്റർ ഇത് മെഷർ ചെയ്യാൻ വേണ്ടി, അല്ലെ, മെഷർ ചെയ്യാൻ വേണ്ടി അവിടുന്നാണ് നമ്മുടെ വീട്ടിലേക്ക് കണക്ഷൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ആയിട്ട് ഈ ഹൗസ് വാട്ടർ കണക്ഷന്റെ ഒരു ലേ ഔട്ട് എന്ന് പറയുന്നത്. നമുക്ക് കാണാം അടുത്ത ഫിഗറിൽ. ഇത് വെച്ച് തന്നെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, ഇതിന്റെ ഓർഡർ എങ്ങനെയാണ്, ഈ വാട്ടർ കണക്ഷന്റെ ഓർഡർ എങ്ങനെയാണ്? ഫെറൂള്, അപ്പൊ തെറ്റിപ്പോരുത്, ഫെറൂളിൽ നിന്ന് ഗൂസ് നെക്കിൽ നിന്ന് സർവീസ് പൈപ്പിൽ നിന്ന് സ്റ്റോപ്പ് കോക്കിൽ നിന്ന് വാട്ടർ മീറ്റർ, അവിടുന്ന് വീടിനുള്ളിലേക്ക് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഫിഗർ. ഞാൻ നേരത്തെ ജസ്റ്റ് വരച്ച് കാണിച്ച ഫിഗർ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ഇതാണ് മുനിസിപ്പൽ, ഇതിന്റെ സെക്ഷണൽ വ്യൂ ആണ്. ഇതിന്റെ നേരെ നോക്കുമ്പോൾ സെക്ഷണൽ വ്യൂ ആണെന്ന് മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ മുനിസിപ്പൽ സ്ട്രീറ്റ് വാട്ടർ മെയിൻ. ഈ കാണുന്നത് ഇതുവഴി വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്, ഈ സൈഡിൽ നിന്നാണ് ഇവിടെ. അപ്പൊ ഇവിടുന്ന് ഇത് പൈപ്പാണ്, പൈപ്പിന്റെ ക്രോസ് സെക്ഷൻ വ്യൂ ആണ്. അപ്പൊ അതിലേക്ക് നമ്മളൊരു ഫെറൂള് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ഫെറൂൾ എന്നുള്ളത്. ഇവിടെ ഫെറൂൾ കണക്ഷൻ എന്ന് പറയുന്നത് ഇതിലേക്ക്, ഈ മുനിസിപ്പൽ കണക്ഷൻ വാട്ടറിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫെറൂൾ കണക്ഷൻ, ആ ഒരു പാർട്ടിനെ നമ്മൾ ഫെറൂൾ എന്നാണ് വിളിക്കുക. ഓക്കെ, അവിടെ നിന്ന് എങ്ങോട്ട് പോകും? അവിടെ നിന്ന് ഈ പറഞ്ഞ ഗൂസ് നെക്ക് പൈപ്പിലേക്ക് പോകും. ഇത് ശരിക്കും ഇങ്ങനെ സെക്ഷണൽ വ്യൂ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കാണുന്നത്. ശരിക്കും ഇത് ഇങ്ങനെയൊരു കർവ്ഡ് പൈപ്പാണ്, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ പൈപ്പാണ്. എന്തെന്ന് പറയുന്നത്? ഗൂസ് നെക്ക് പൈപ്പ്. അപ്പൊ ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ഇത് കിട്ടും, അല്ലെ? ഗൂസ് നെക്ക് പൈപ്പിൽ എന്ന് പറഞ്ഞാൽ അതൊരു ഫ്ലെക്സിബിൾ പൈപ്പാണ്. കർവർ ഗൂസ് നെക്ക് പൈപ്പ് എന്ന് പറയും. അതിനെ ജോയിൻ ചെയ്യാനായിട്ട് ഒരു വൈപ്ഡ് ജോയിന്റ് അവിടെ ഉണ്ട്. അതിന്റെ ലെങ്ത് ശ്രദ്ധിക്കുക. ഈ 2 സ്ഥലത്ത് ഒരു വൈപ്ഡ് ജോയിന്റ് ഉണ്ട്. അതിന്റെ ലെങ്ത് അബൌട്ട് 75 സെന്റിമീറ്റർ. ഇമ്പോർട്ടന്റ് ആണ്. ഗൂസ് നെക്ക് പൈപ്പിന്റെ ലെങ്ത് എത്ര വരും എന്ന് ചോദിച്ചാൽ 75 സെന്റിമീറ്റർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇത് മേളിൽ റോഡ് പോവാണ്, റോഡിന്റെ അടിയിലാണ് ഈ കണക്ഷൻ ഒക്കെ വരുന്നത്. അതിനുശേഷം നമ്മൾ അവിടുന്ന് വീണ്ടും സർവീസ് പൈപ്പിലേക്ക് കൊടുക്കും. ഈ ഗൂസ് നെക്ക് പൈപ്പിൽ നിന്ന് ഇവിടെ നമ്മുടെ എന്തുണ്ട്, വൈപ്ഡ് ജോയിന്റ് വഴി സർവീസ് പൈപ്പിലേക്ക് കൊടുക്കും. അത് എത്ര ലെങ്ത് വേണോ അത്രയും ലെങ്ത്, നമുക്ക് എത്ര ലെങ്ത് ആണ് യൂഷ്വലി ഉണ്ടാവാറുള്ളത് അത്രയും ലെങ്ത്. ഇപ്പൊ റോഡിൽ നിന്ന് വീട് വരെ എത്ര ലെങ്ത് ഉണ്ടോ അത്രയും ലെങ്തിൽ നമ്മൾ സർവീസ് പൈപ്പ് കൊടുക്കും. ഗൂസ് നെക്ക് പൈപ്പ് 75 സെന്റിമീറ്റർ ആണ്. സർവീസ് പൈപ്പ് റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ കൊടുക്കും. അവിടെ നിന്നാണ് സ്റ്റോപ്പ് കോക്കിലേക്ക് പോകുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് കോക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പൈപ്പ് ഒക്കെ ഉണ്ട്, ഇത് തിരിക്കുന്ന കോക്കുകളുണ്ടല്ലോ, അതാണ് സ്റ്റോപ്പ് കോക്ക് എന്ന്, സ്ലൂയിസ് വാൽവ്, സ്റ്റോപ്പ് കോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്ന് എങ്ങോട്ട് പോകും? അവിടെ നിന്ന് നമ്മൾ, ഇത് ബൗണ്ടറി വാളാണ്, വീടിനുള്ളിലെ വീടും റോഡുമായിട്ട് തിരിക്കുന്ന ബൗണ്ടറി വാളും കടന്ന് അകത്തേക്ക്
വാട്ടർ മീറ്ററിലേക്ക്, ഇതാണ് നമ്മൾ പറഞ്ഞ ഡൊമസ്റ്റിക് വാട്ടർ മീറ്റർ. ഇതാണ് ചില സാഹചര്യങ്ങളിൽ ഈ വീടിനുള്ളിൽ തന്നെ, ഈ ബൗണ്ടറിക്കുള്ളിൽ തന്നെ, വീടിനുള്ളിലല്ല കോമ്പൗണ്ട് വാളിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ സ്റ്റോപ്പ് കോക്കും വെക്കാറുണ്ട്. വാട്ടർ മീറ്ററിനോട് ചേർത്ത് ഒരൊറ്റ ഹൗസിംഗിൽ സ്റ്റോപ്പ് കോക്കും വെക്കാറുണ്ട്. അപ്പൊ ഇതാണ് ജനറലി വാട്ടർ സപ്ലൈ ടു ബിൽഡിംഗ് എന്ന് നമ്മൾ പറയുന്ന ഒരു ലേഔട്ട്. ഇതാണ് വീട്ടിലേക്ക് നമ്മൾ മുനിസിപ്പൽ കണക്ഷനിൽ, മുനിസിപ്പൽ മെയിനിൽ നിന്ന് വീട്ടിലേക്ക് എടുക്കുന്ന വാട്ടർ സപ്ലൈ ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ദ വാട്ടർ കണക്ഷൻ അതിന്റെ സെക്ഷണൽ വ്യൂ ആണ്. ഇനി ഇതിലെ ഓരോ കമ്പോണൻസ് നമുക്ക് പഠിക്കാം. നമ്മൾ മെയിൻ ആയിട്ട് 5 കമ്പോണന്റ് പറഞ്ഞു അല്ലേ. ഈ 5 കമ്പോണന്റ് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം, അതിന്റെ മെറ്റീരിയൽ ചോദിക്കാം, ലെങ്ത് അങ്ങനെയുള്ള സ്പെസിഫിക്കേഷൻസ് ചോദിക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തേത് ഫെറൂൾ. ഫെറൂൾ എന്ന് വെച്ചാൽ അതിന്റെ ഒരു ഒറിജിനൽ പിക്ചർ ആണ്. ഈ കമ്പോണന്റ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ അല്ലെ. ഈ എൻഡ് എങ്ങോട്ട് കൊടുക്കും? നമ്മുടെ മുനിസിപ്പൽ വാട്ടർ മെയിനിലേക്ക് കൊടുക്കും. ഈ എൻഡ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ആ കണക്ഷനിലേക്ക് ബാക്കിയുള്ള നമ്മുടെ ഗൂസ് നെക്ക് പൈപ്പിലേക്ക് കൊടുക്കുന്നത്. മേളി ക്യാപ്പ്, പ്ലഗ് ഒക്കെ ഉണ്ട്. ഫെറൂൾ ഈസ് എ റൈറ്റ് ആംഗിൾഡ് സ്ലീവ്. മനസ്സിലാക്കുക, ഫെറൂൾ എന്താണ്? ഒരു റൈറ്റ് ആംഗിൾഡ് സ്ലീവ് ആണ്. മെയ്ഡ് ഓഫ് ബ്രാസ് ഓർ ഗൺമെറ്റൽ. ബ്രാസ് അല്ലെങ്കിൽ ഗൺമെറ്റൽ, ഇതിൽ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ആണ് ഈ മെറ്റീരിയൽസ്. ബ്രാസ് അല്ലെങ്കിൽ ഗൺമെറ്റൽ, ഇതിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ചായിരിക്കും ഫെറൂള് ഉണ്ടാക്കിയിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് ഈസ് ജോയിൻഡ് ടു എ ഹോൾ ഡ്രിൽഡ് ഇൻ ദ വാട്ടർ മെയിൻ ടു വിച്ച് ഇറ്റ് ഈസ് സ്ക്രൂഡ് ഡൗൺ വിത്ത് എ പ്ലഗ്. അതായത് ഈ പറഞ്ഞ വാട്ടർ മെയിൻ ഉദ്ദേശിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ പൈപ്പിലേക്ക് ഡ്രില്ല് ചെയ്ത് വെക്കും. അതെങ്ങനെ സ്ക്രൂ ചെയ്ത് വെക്കുന്നത്? ഒരു പ്ലഗിന്റെ സഹായത്തോടു കൂടി അത് ആ മുനിസിപ്പാലിറ്റിയുടെ പൈപ്പിലേക്ക് നമ്മൾ ഡ്രില്ല് ചെയ്ത് വെക്കും, അതിനെ കണക്ട് ചെയ്ത് വെക്കും. അതിനെയാണ് ഫെറൂൾ എന്ന് പറയുന്നത്. അപ്പൊ റൈറ്റ് ആംഗിൾ സ്ലീവ് ആണ്. അത് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ മറക്കരുത്, ബ്രാസ് അല്ലെങ്കിൽ ഗൺമെറ്റൽ. ഇറ്റ് സൈസ് യൂഷ്വലി വേരീസ് ബിറ്റ്വീൻ 10 to 50 mm ഡയ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഫെറൂളിന്റെ ഡയമീറ്റർ എത്രയാണ്? 10 mm മുതൽ 50 mm വരെ ആകാം. ഇത് 15 mm ആണ്. 10 mm മുതൽ 50 mm വരെ ആകാം ഈ ഫെറൂളിന്റെ ഡയമീറ്റർ എന്നുള്ള കാര്യം മറക്കരുത്. ഇനി 50 mm മുകളിലാണെങ്കിലോ ഈ പറഞ്ഞ ഫോർ ഓൾ അതർ കണക്ഷൻസ് ഓഫ് മോർ ദാൻ 50 mm ഡയ, അതായത് വലിയ കണക്ഷൻസ് ഒക്കെ ആണെങ്കിൽ എ T ബ്രാഞ്ച് കണക്ഷൻ ഓഫ് ദ വാട്ടർ മെയിൻ ഒരു T ബ്രാഞ്ച് കണക്ഷൻ ആണ്. ഫെറൂളിന് പകരം നമ്മൾ ഒരു T ബ്രാഞ്ച് കണക്ഷൻ ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. 50 mm മേളിലുള്ള പൈപ്പ് ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഫെറൂളിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയ. മനസ്സിലാക്കുക അത് എന്താണെന്ന്. റൈറ്റ് ആംഗിൾ സ്ലീവ് ആണ്. അത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഒന്നുകിൽ ബ്രാസ് ആകാം അല്ലെങ്കിൽ ഗൺമെറ്റൽ ആകാം. അതിന്റെ ഡയമീറ്റർ 10 mm മുതൽ 50 mm വരെയാണ് അതിന്റെ ഡയമീറ്റർ എന്നുള്ള കാര്യവും കൂടെ മനസ്സിലാക്കുക. അടുത്തത് ഗൂസ് നെക്ക്, രണ്ടാമത്തെ കമ്പോണന്റ് ആണ് ഗൂസ് നെക്ക് പൈപ്പ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ഫ്ലെക്സിബിൾ പൈപ്പാണ് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ കണ്ടത് സെക്ഷണൽ വ്യൂ ആയിരുന്നു. ഇത് പ്ലാൻ ആണ്. മുകളിൽ നിന്ന് താഴേക്ക് നോക്കി അത് ഇങ്ങനെ ഇരിക്കും. പൈപ്പ് ഇങ്ങനെ പോകുന്നു. ഇത് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ പൈപ്പ്. ഇവിടെ നിന്ന് ഫെറൂൾ വെച്ച് എടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞ ഗൂസ് നെക്ക് പൈപ്പ് ഇങ്ങനെ റൗണ്ട് ഷേപ്പ്, കർവ്ഡ് ഷേപ്പിൽ കാണാം. അപ്പോൾ അത് യൂഷ്വലി ലെഡ് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുക. അവിടുന്ന് സർവീസ് പൈപ്പിലേക്ക്, അവിടുന്ന് സ്റ്റോപ്പ് കോക്കിലേക്ക്, അവിടുന്ന് ബൗണ്ടറി വാൾ കടന്ന് വീട്ടിലേക്ക്, വാട്ടർ മീറ്ററിലേക്ക്. അപ്പൊ ഗൂസ് നെക്ക് ഈസ് എ സ്മോൾ സൈസ്ഡ് കർവ്ഡ് പൈപ്പ് മെയ്ഡ് ഓഫ് ഫ്ലെക്സിബിൾ മെറ്റീരിയൽ. ഒരു ഫ്ലെക്സിബിൾ മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കർവ്ഡ് പൈപ്പാണ് എന്ന് പറയുന്നത് ഗൂസ് നെക്ക് പൈപ്പ് എന്ന് പറയുന്നത്. അത് ലെഡ് വെച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്. അത് ലെഡ് വെച്ചിട്ടാണ് മിക്കവാറും ഈ ഗൂസ് നെക്ക് പൈപ്പ് ഉണ്ടാക്കാറുള്ളത്. ആൻഡ് ഈസ് അബൌട്ട് 75 cm ഇൻ ലെങ്ത്, ഫോമിങ് എ ഫ്ലെക്സിബിൾ കണക്ഷൻ ബിറ്റ്വീൻ ദ വാട്ടർ സർവീസ് പൈപ്പ്. അതായത് 75 cm ആണ് അതിന്റെ യൂഷ്വലി അതിന്റെ ലെങ്ത് വരിക. 75 cm ആണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അത് ഈ പറഞ്ഞ ഫെറൂളിൽ നിന്ന് നമ്മുടെ സർവീസ് പൈപ്പിലേക്ക്, വാട്ടർ സർവീസ് പൈപ്പിലേക്കുള്ള കണക്ഷനാണ് ഗൂസ് നെക്ക് പൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക. ഈ ഇമേജും കൂടെ നിങ്ങളുടെ മനസ്സിൽ വരണം. മൂന്നാമതാണ് സർവീസ് പൈപ്പ്. അപ്പൊ ഗൂസ് നെക്ക് പൈപ്പിൽ നിന്ന് സർവീസ് പൈപ്പിലേക്കാണ് പോവുക. സർവീസ് പൈപ്പ് ഈസ് എ ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ്. അത് എന്ത് പൈപ്പാണ്? GI പൈപ്പാണ്. ഗാൽവനൈസ്ഡ് അയൺ പൈപ്പാണ്. ഓഫ് സൈസ് GI പൈപ്പാണ്. ഓഫ് സൈസ് ലെസ് ദാൻ 50 mm ഡയ. അപ്പൊ ഈ സർവീസ് പൈപ്പിന്റെ ഡയമീറ്റർ എത്ര വരെയുള്ളൂ? മാക്സിമം 50 mm വരെ വരെയുള്ളൂ. എപ്പോഴും സർവീസ് പൈപ്പിന്റെ ഡയമീറ്റർ 50 mm താഴെ ആയിരിക്കും. വാല്യൂ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഇറ്റ് ഷുഡ് ബി ലെയ്ഡ് അണ്ടർഗ്രൗണ്ട് ഇൻ എ ട്രെഞ്ച് in which non-sewer or drainage pipe is laid. അതായത് സീവറോ അല്ലെങ്കിൽ ഡ്രെയിനേജ് പൈപ്പോ ഒന്നും പോകാത്ത ഒരു അണ്ടർഗ്രൗണ്ട് ട്രെഞ്ചിലായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്? സർവീസ് പൈപ്പ് കൊടുക്കേണ്ടത്. അല്ലാതെ സീവറിന്റെ കൂടെ ഡ്രെയിനേജിന്റെ പാരലായിട്ട് അങ്ങോട്ടൊരു കുഴി എടുത്തില്ലേ തിരിച്ചും നമുക്ക് ഇത് തന്നെ എടുക്കാം എന്ന് വിചാരിക്കരുത്. അങ്ങനെ കൊടുക്കരുത്. അത് സീവറോ ഡ്രെയിനേജ് പൈപ്പോ പോകാത്തൊരു ട്രെഞ്ചിൽ കൂടാണ് സർവീസ് പൈപ്പ് ഇടേണ്ടത്. ദ സർവീസ് പൈപ്പ് വിച്ച് സപ്ലൈസ് വാട്ടർ ടു ദ ബിൽഡിംഗ്
through the municipal main is thus connected to the main through the gooseneck and ferrule. അപ്പോൾ ഫെറൂളിൽ നിന്ന് ഗൂസ്നെക്കിൽ നിന്ന് സർവീസ് പൈപ്പിലേക്ക് വരുന്നു. ആ സർവീസ് പൈപ്പ് വഴിയാണ് എങ്ങോട്ട് പോവുക, നമ്മുടെ വീടിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് ഈ വെള്ളം പോവുക എന്നുള്ളത് മനസ്സിലാക്കുക. അത് GI പൈപ്പാണ്, 50 mm ആണ് അതിന്റെ മാക്സിമം ഡയമീറ്റർ വരുന്നത്. അടുത്ത കമ്പോണന്റ് ശരിക്കും സ്റ്റോപ്പ് കോക്ക് ആണ്. നമ്മൾ അതിന് മുമ്പ് വാട്ടർ മീറ്റർ പറയുന്നത് മാത്രമേ ഉള്ളൂ. വാട്ടർ മീറ്റർ എന്തിനാണ്? വാട്ടർ മീറ്റർ മെഷേഴ്സ് ആൻഡ് റെക്കോർഡ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കൺസ്യൂംഡ് ഇൻ ദ ഹൗസ്. അതായത് എത്രമാത്രം വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് വാട്ടർ അതോറിറ്റിക്ക് നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? വാട്ടർ മീറ്റർ അവിടെ വേണം. വാട്ടർ മീറ്ററിന്റെ കുറച്ചുകൂടെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ അല്ലാതെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കോഴ്സിൽ. അപ്പൊ ഇത് ഈ പറഞ്ഞതുപോലെ വാട്ടർ മീറ്റർ പൊതുവായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതെന്താണ്? അത് മെഷർ, എത്രമാത്രം വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് മെഷർ ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു. അത് ആര് ചെയ്യുന്നു? വാട്ടർ മീറ്റർ ആണ് ചെയ്യുന്നത്. The domestic type water meter generally employed for houses is fitted into this service pipe with unions which enables the meter to be changed whenever necessary. അപ്പോൾ യൂണിയനുകൾ വെച്ചിട്ടാണ് ഈ പറഞ്ഞ വാട്ടർ മീറ്റർ നമ്മുടെ ഹൗസ് കണക്ഷനിൽ കണക്ട് ചെയ്യുക. അതെപ്പോഴാണ് നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിയൻസ് വെച്ചിട്ടാണ് ഈ വാട്ടർ മീറ്റർ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പൈപ്പിലേക്ക് കണക്ട് ചെയ്യുന്നത്. The water meter is generally fixed in an iron box fitted in a opening or cavity made in the boundary wall of the house and is covered with a മൂവബിൾ അയൺ കവർ. അപ്പോൾ ഈ വാട്ടർ മീറ്റർ എപ്പോഴും ഒരു ക്യാവിറ്റിയിൽ കവേർഡ് ആയിരിക്കും. അത് ഇറ്റ് ഈസ് ഫിക്സഡ് ഇൻ ആൻ അയൺ ബോക്സ്. ഒന്നുകിൽ ഒരു അയൺ ബോക്സിൽ അത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബൗണ്ടറി വാൾ, നമ്മൾ നേരത്തെ കണ്ട ബൗണ്ടറി വാളിൽ ഒരു ക്യാവിറ്റി ഉണ്ടാക്കി അവിടെ ഫിക്സഡ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് കവേർഡ് വിത്ത് എ മൂവബിൾ അയൺ കവർ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. അത് എപ്പോഴും ഈ വാട്ടർ മീറ്റർ എപ്പോഴും കവർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അതിനകത്ത് മഴയൊക്കെ അടിച്ച പ്രശ്നമാണ്. അപ്പൊ മൂവബിൾ അയൺ കവർ വെച്ചിട്ട് അതെപ്പോഴും കവേർഡ് ആയിരിക്കണം. വാട്ടർ മീറ്റർ കവേർഡ് ആയിരിക്കണം എന്നും നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അടുത്ത കമ്പോണന്റ് എന്താണ്? സ്വാഭാവികമായിട്ടും സ്റ്റോപ്പ് കോക്ക്. അപ്പോൾ ഈ സ്റ്റോപ്പ് കോക്ക് നമ്മൾ നേരത്തെ കണ്ടു. ഇവിടെ ഇതിന്റെ ഒരു ആക്ച്വൽ ഡയഗ്രം കാണാം. ഈ പറഞ്ഞ സംഗതിയാണ് നമ്മളിങ്ങനെ ഇതിലിട്ട് തിരിക്കാൻ പറ്റുമല്ലോ. ആ വാട്ടറിന്റെ ഫ്ലോനെ ഓഫ് ആക്കുകയോ ഓൺ ആക്കുകയോ ചെയ്യുന്ന സംഗതിയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റോപ്പ് കോക്ക് എന്ന് പറയുന്നത്. എ സ്റ്റോപ്പ് കോക്ക് ഈസ് എ വാൽവ് യൂസ്ഡ് ടു കൺട്രോൾ ഓർ ഷട്ട് ഓഫ് ദ വാട്ടർ സപ്ലൈ ഇൻ എ പ്ലംബിംഗ് സിസ്റ്റത്തിൽ വാട്ടർ സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അത് ഷട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയൊക്കെയാണ് സ്റ്റോപ്പ് കോക്ക് യൂസ് ചെയ്യുക. ഈ ഫിഗറിൽ സ്റ്റോപ്പ് കോക്കിന്റെ അപ്പുറത്ത് ഒരു വാട്ടർ മീറ്ററും അടുപ്പിച്ചിരിപ്പുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, അങ്ങനെ കൊടുക്കാം. ദ സ്റ്റോപ്പ് കോക്ക് ഈസ് പ്രൊവൈഡഡ് ബിഫോർ ദ വാട്ടർ എൻറ്റേഴ്സ് ദ വാട്ടർ മീറ്റർ ഇൻ ദ ഹൗസ്. അപ്പോൾ അത് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റോപ്പ് കോക്ക് എവിടെ കൊടുക്കുന്നത്? വാട്ടർ മീറ്റർ വെച്ച് കഴിഞ്ഞിട്ടാണോ? അല്ല, വാട്ടർ മീറ്ററിന് മുന്നേ വേണം സ്റ്റോപ്പ് കോക്ക് കൊടുക്കാൻ. കാരണം സ്റ്റോപ്പ് കോക്ക് ആണ് കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ വാട്ടർ മീറ്ററിന് അപ്പുറം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് റീഡിങ് കിട്ടുമോ? ഇല്ല. അപ്പോൾ സ്റ്റോപ്പ് കോക്ക് ഈസ് പ്രൊവൈഡഡ് ബിഫോർ ദ വാട്ടർ മീറ്റർ. വാട്ടർ മീറ്ററിന് മുൻപാണ് സ്റ്റോപ്പ് കോക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഹൗസ്ഡ് ഇൻ എ സ്യൂട്ടബിൾ മേസണറി ചേംബർ വിത്ത് എ റിമൂവബിൾ കവർ ആയിട്ടുള്ള ഒരു മേസണറി ചേംബറിൽ നമുക്കത് വെക്കാം. Sometimes it is provided just before the water meter inside the house, keeping both of them in one chamber. അപ്പോൾ മിക്കവാറും കേസിൽ നമ്മുടെ വാട്ടർ മീറ്ററിനോട് ചേർന്നായിരിക്കും എന്ത് കൊടുക്കുക? സ്റ്റോപ്പ് കോക്കും കൊടുക്കുക. നമ്മുടെ വീടുകളിലൊക്കെ, നിങ്ങൾ ഇന്ന് വീടുകളിൽ ഈ വാട്ടർ കണക്ഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയുടെ വാട്ടർ കണക്ഷൻ ഉണ്ടെങ്കിൽ പോയി നോക്കുക. സ്റ്റോപ്പ് കോക്ക് എവിടെയാണ് വെച്ചിരിക്കുന്നത്, വാട്ടർ മീറ്റർ എവിടെയാണ് വെച്ചിരിക്കുന്നത്, അത് രണ്ടും നമുക്ക് പുറത്ത് കാണാൻ പറ്റുള്ളൂ. മറ്റേതൊക്കെ എന്താണ്? അണ്ടർഗ്രൗണ്ടിലാണ്. അത് കണക്ഷൻ കൊടുത്ത സമയത്ത് നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ അതാണ്, ഒന്നുകിൽ ഈ സ്റ്റോപ്പ് കോക്കും വാട്ടർ മീറ്ററും കൂടെ ഒരൊറ്റ ചേംബറിനുള്ളിലായിരിക്കും മിക്കവാറും കേസുകളിൽ കവർ ചെയ്ത് വെക്കുക. അപ്പോൾ അതാണ് സ്റ്റോപ്പ് കോക്ക് എന്ന് പറയുന്നത്. സ്റ്റോപ്പ് കോക്കിന്റെ ഒരു സ്കിമാറ്റിക് ഡയഗ്രം കൂടെ നമുക്ക് നോക്കാനുണ്ട്. സ്റ്റോപ്പ് കോക്ക് ഈസ് എ സ്ക്രൂ ഡൗൺ ടൈപ്പ് ഓഫ് സ്ലൂയിസ്. അത് ശരിക്കും സ്റ്റോപ്പ് കോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്ക് ഹാൻഡിലുണ്ട്. നമ്മൾ പുറത്ത് കാണുന്നത് ഹാൻഡിലാണ്. ഇതാണ് നമുക്ക് തിരിക്കാൻ പറ്റുന്ന ഹാൻഡിൽ. ഇത് താഴേക്ക് ഒരു സ്ക്രൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതനുസരിച്ച് എന്താണ്? ഇതിന്റെ പൊസിഷൻ അനുസരിച്ച് ഈ സീറ്റ് മേളിലേക്കും താഴേക്കും പുഷ് ചെയ്യപ്പെടും. സീറ്റ് മേളിലേക്കും താഴേക്കും പുഷ് ചെയ്യപ്പെടുന്ന അനുസരിച്ച് ഇത് കണ്ടില്ലേ, വാട്ടറിന്റെ ഇൻലെറ്റ് ഇങ്ങനെയാണ്. ഇത് ഉയർത്തി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ടർ ഔട്ട്ലെറ്റിലേക്ക് പോകും. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉയർത്തുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോകും, പാർഷ്യലായിട്ട് ഉയർത്തുമ്പോൾ പാർഷ്യലായിട്ട് പോകും. അപ്പൊ അങ്ങനെ വാട്ടറിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ഓഫ് ചെയ്യാനും ഈ സ്റ്റോപ്പ് കോക്കിന് പറ്റും. ഇറ്റ് ഇസ് എ സ്ക്രൂ ഡൗൺ ടൈപ്പ് ഓഫ് സ്ലൂയിസ് വാൽവിന്റെ ഒരു സ്ക്രൂ ഡൗൺ ടൈപ്പ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ പറഞ്ഞ സ്റ്റോപ്പ് കോക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സ്മോളർ സൈസ്ഡ് പൈപ്സ് ഇൻ സർവീസ് കണക്ഷൻസ് ഫോർ സ്റ്റോപ്പിംഗ് ഓർ ഓപ്പണിംഗ് ദ സപ്ലൈ. നമ്മളത് പറഞ്ഞതാണ്. When provided just prior to water meter, they should be enclosed in a proper cast iron box. അപ്പോൾ
ഹാവിങ് എ ഹിഞ്ച്ഡ് കവർ. അപ്പോൾ അതായത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വാട്ടർ മീറ്ററിനൊപ്പമാണ് സ്റ്റോപ്പ് കോക്ക് കൊടുക്കുന്നെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ഒരു കാസ്റ്റ് അയൺ ബോക്സിൽ നമ്മൾ ഇട്ട് വെക്കണം, അത് കവർ ചെയ്ത് വെക്കണം. ഹാവിങ് എ ഹിഞ്ച്ഡ് കവർ, അത് ഹിഞ്ച്ഡ് ആയിട്ടുള്ള ഒരു കവറിലായിരിക്കണം അത് ഉണ്ടാവേണ്ടത്. അപ്പോൾ അതാണ് മെയിൻ ആയിട്ട് സ്റ്റോപ്പ് കോക്കിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വാട്ടർ കണക്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിച്ചത്. നമുക്കറിയാം 5 കമ്പോണന്റ് ആണ്. അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന്, ആ മുനിസിപ്പാലിറ്റിയുടെ മെയിനിൽ നിന്ന്, അല്ലെ മുനിസിപ്പാലിറ്റി പൈപ്പ് ലൈനിൽ നിന്ന് നമ്മൾ ഫെറൂൾ വെച്ചെടുക്കുന്നു. ഫെറൂളിൽ നിന്ന് ഗൂസ് നെക്ക് പൈപ്പ് വഴി സർവീസ് പൈപ്പിലേക്ക് പോകുന്നു. സർവീസ് പൈപ്പിൽ നിന്ന് സ്റ്റോപ്പ് കോക്ക് വഴി വാട്ടർ മീറ്ററിലേക്ക് പോകുന്നു. വാട്ടർ മീറ്ററിൽ നിന്നാണ് വീടിനുള്ളിലേക്ക് വെള്ളം വരിക. അപ്പോൾ ഈ ഒരു കണക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫിഗർ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഈ പറഞ്ഞ ഓരോ കമ്പോണന്റും എന്താണ്, അത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നോക്കുക, ഇടയ്ക്ക് റിവൈസ് ചെയ്യുക, എങ്കിലേ നമ്മുടെ തലയിൽ നിൽക്കുള്ളൂ. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.